കാശ്മീർ ഹിൽസിൽ പോവാ. വാ, അമ്മച്ചിനെയും കൊണ്ടാവാ. അമ്മച്ചി റെഡിയാണോ? അമ്മച്ചിനെയും കൊണ്ടാവാൻ വേണേ. റെഡിയായി നിന്നോ. നമ്മൾ അമ്മച്ചീനെ പൊക്കിയിരിക്കുകയാണ്. അമ്മച്ചിയുണ്ട്, അമ്മച്ചിയുടെ കൊച്ചുമോളും ഉണ്ട്. ഹലോ, ഞാൻ ഒത്തിരി നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പൊ എന്നാന്ന് വെച്ചാ ഇവിടെ തണുപ്പ് തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് സിക്കാവാൻ തുടങ്ങി. സിക്കായി, പിന്നെ ജോലി ഒക്കെ വന്നപ്പോഴത്തേക്കും ഒട്ടും ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അപ്പോ ഇന്ന് ഞാൻ 3 ദിവസം അടുപ്പിച്ച് എനിക്ക് ഓഫുണ്ട്. പിന്നെ ഇവള് ഫ്രീ ആയി. ഇവളും കൂടെ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാലോ. അപ്പോ ഇവളും ഫ്രീ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഓർത്തു. അപ്പൊ ഇവളെന്നോട് പറഞ്ഞു കൊണ്ടാവാ, വണ്ടി ഓടിക്കാൻ പോരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇവിടെ കുറെ മലകളുണ്ട്. ഇത്രയും നാൾ ഞാൻ മലയൊന്നും കാണിച്ചിട്ടില്ലോ. ഇവിടുത്തെ ഒരു ഹില്ല് കാശ്മീർ ഹിൽസ്, കാശ്മീരി ഹിൽസ് എന്നാണോ പറയണേ, കാശ്മീർ ഹിൽസ് എന്നാണോ പറയണേന്ന് എനിക്കറിയത്തില്ല. കാശ്മീർ ഹിൽസ്. അപ്പൊ ആ പേര് കേൾക്കുമ്പോ തന്നെ പോർട്ട് ഹിൽസ്, കാശ്മീരി ഹിൽസ് എന്ന് പറയില്ലേ? ഒരു ഏരിയക്കാ പറയണേന്ന്. എന്നാണേലും ഞങ്ങൾ ഞാൻ കാശ്മീർ ഹിൽസ് എന്നൊക്കെയാ പറയാനുള്ള. പക്ഷെ കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു തോന്നല്ലേ നമ്മുടെ നാട്ടിലെ ഒരു പേര്. ഇവിടെ അങ്ങനെ ബോംബെ സ്ട്രീറ്റ്, മദ്രാസ് സ്ട്രീറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിലെ ഒരു സ്ട്രീറ്റിലേക്ക്, അവിടെ ആ കാശ്മീർ ഹിൽസിലേക്കാണ് വരാൻ പറ. അപ്പൊ അവളുടെ ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ടെന്നാണ് പറയണേ. ഓക്കെ, അപ്പൊ എന്നാ അവളും കൂടെ വരട്ടെ. നല്ല കാര്യം. ജെൻസിയുടെ ഒക്കെ കൂടെ എനിക്കിങ്ങ് പോവാലോ. അപ്പൊ കുറച്ച് രസമുണ്ടാവും. കാശ്മീർ ഹിൽസിൽ പോവാ. വാ, അമ്മച്ചിനെയും കൊണ്ടാവാ. അമ്മച്ചി റെഡിയാണോ? അമ്മച്ചിനെയും കൊണ്ടാവാൻ വേണേ. നമുക്ക് നമ്മൾ അമ്മച്ചീനെ പൊക്കിയിരിക്കുകയാണ്. അമ്മച്ചിയുണ്ട്, അമ്മച്ചിയുടെ കൊച്ചുമോളും ഉണ്ട്. ഹാപ്പി അല്ലേ? എന്തേലും പറയാനുണ്ടോ? അമ്മച്ചി നാട്ടിൽ പോകാറായി. അത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമാ. അമ്മച്ചി അടുത്ത മാസം ഈ സമയത്തേക്ക് നാട്ടിലായിരിക്കും. അപ്പൊ അത് കാരണം ഞങ്ങക്ക് വിഷമാ. പക്ഷെ എന്നാ ചെയ്യണേ, 6 മാസമല്ലേ ഇവിടെ നിർത്തുള്ളൂ. ശരിക്കും വിന്റർ അതിന്റെ വെതർ നോക്കിക്കേ, എന്ത് മാറ്റാന്നല്ലേ. മഴ ഇത് കണ്ടോ അമ്മച്ചി, ഇങ്ങനെയാ. ഇനിയിപ്പൊ അങ്ങോട്ട് തണുപ്പും കൂടും മഴയും. ഇതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. അപ്പൊ നമ്മളിനി ആ റൈറ്റ് എടുത്ത് മലയിലേക്ക് കയറുക. വീടാണോ? നല്ല രസമുണ്ടല്ലേ. ഇത് കണ്ടോ അമ്മച്ചി, ഇതാ സാധനം. അത് ഒരു പണ്ടത്തെ എന്നായിരുന്നടി, പള്ളിയായിരുന്നു. ഇപ്പൊ കഫേ എന്തായാലും കേട്ടോ. ഇത് പള്ളിയായിരുന്നു, ഇപ്പൊ ഒരു കഫേ അത്. ഞങ്ങൾ ഇവിടെ നമുക്ക് പോയി ചായ കുടിക്കാം. പക്ഷെ ഭയങ്കര പൈസയാ. ഈ വഴിയൊക്കെയാണോ നല്ല സ്ഥലം. അവിടെ നമ്മളെല്ലാരും കൂടെ പോയിട്ടുണ്ട് കേസി, ആ ചെറുപ്പത്തിലൊക്കെ അല്ലേ, ആ പാർക്കില്. എന്നിട്ട് ഫുഡൊക്കെ കൊണ്ടുപോയി. നമ്മളെല്ലാരും കൂടെ പോയിട്ടുണ്ട് അവിടെ. നിങ്ങൾ ചെറുതായിരുന്നു അപ്പം ആ പാർക്കിലൊക്കെ പോയിട്ടുണ്ട്. ടവറിലേക്ക് കയറുക. മഴയാകുമ്പോ അതിനും ഒരു രസമല്ലേ, നനഞ്ഞൊക്കെ കിടക്കണുണ്ട്. അതാണ് ടവർ. ഇതാ കാണുന്നത്. അതെ, തൊപ്പിയൊക്കെ ഇട്ട് ഇറങ്ങിക്കോണേ. ഇറങ്ങാനൊക്കെ അമ്മച്ചി റെഡി ആയിട്ട് നിക്കുവോ? ഞങ്ങൾ വന്ന സ്ഥലം നല്ല തണുപ്പാണ്. അത് കാരണം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. 7 ഡിഗ്രി ഫീൽസ് ലൈക്ക് 4 ഡിഗ്രി. അമ്മച്ചി ക്യാമറയ്ക്ക് ഫേസ് ചെയ്തു. അമ്മച്ചിയാണ് ആദ്യം വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയത്. അമ്മച്ചിക്ക് തണുപ്പൊന്നും ഇല്ല. തണുപ്പുണ്ടോ? അമ്മച്ചി മൊത്തത്തിൽ സെറ്റപ്പായിട്ട് വന്നേക്കണ കാരണം താഴത്തോട്ടം ഞാൻ പോവുകയില്ലല്ലേ. ഇതാണ് നമ്മുടെ ജെൻസികളൊക്കെ ഞങ്ങളുടെ ഇവിടെ വരിക എന്ന് പറഞ്ഞ വി ആർ പ്രൗഡ്. ഇതാണ് ഞങ്ങള് ടവർ പോയിന്റ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന്. അയ്യോ ദൈവമേ, ഇവര് അക്രമാസക്തരാവും, എന്നെ പിടിച്ച് കുലിക്കുകയുണ്ടോ. ഇതാണ് നമ്മുടെ ടവർ. എന്നാടി ഇവര് പറഞ്ഞ ടവർ പോയിന്റെന്നോ? ടവർ പോയിന്റ്.
എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടൗണ് മൊത്തം കാണാം. കണ്ടോ, ടൗണാണ് കാണുന്നത്. രാത്രിയിൽ വന്ന് നോക്കിയാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ രാത്രി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ലൈറ്റും തെളിഞ്ഞ് കിടക്കും. ഈ ടൗണിൽ കടലിൻ്റെ ഒരറ്റാണ് ആ കാണുന്നത്. ഓ, സ്മൈൽ സ്മൈൽ അമ്മച്ചി, സ്മൈൽ ചെയ്യാൻ പോയിട്ട് സ്മൈൽ ചെയ്യാം അമ്മച്ചി. അവിടെ പോവും, ഇവിടെയല്ല, എൻ്റെ അടുത്തേക്ക് വരും അമ്മച്ചി. അവിടെ അങ്ങോട്ട് അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി അവരുടെ നേരെ നോക്ക് അമ്മച്ചി. ഇനി ഇവിടെ ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കാം. തൊട്ട് ഒരു രക്ഷയില്ല, പോയേക്കാന്ന് പറയണേ. ഇതവിടെ താഴെയും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് അമ്മച്ചിക്കൊരാഗ്രഹം. അവിടെ എന്നാന്ന് ആ സൈഡും കൂടെ പോയി നോക്കിയിട്ട് ആർക്കും നിൽക്കാൻ പറ്റണില്ല, ഭയങ്കര തണുപ്പ്, കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഇവിടെ പക്ഷേ ആടുകളും ഇഷ്ടംപോലെ, ഇപ്പൊ തണുപ്പായോണ്ടാണോ എപ്പോഴും ആടുകൾ ഉണ്ടാവും ഇവിടെ മേയാൻ, ഇല്ലേടി? അപ്പോ ഇവിടെ ഒത്തിരി ആടുകൾ. നല്ല തണുപ്പായി, അമ്മച്ചി മടുത്തു. തണുപ്പാ. അയ്യോ, ആദ്യമൊക്കെ ഇവിടെ വന്ന സമയത്തൊക്കെ ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് സ്ഥലം മലയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. Honestly, ask them. ഈ ഇതിലാണ് ഞാന്. നല്ല രസമല്ലേ? അതൊരു കഫേ ആട്ടോ. നല്ല രസമാണ് കഫേ. അല്ല, വണ്ടിയൊക്കെ നിർത്തി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം, ലെഫ്റ്റ് പോവാം. ആ ഹാർബറിന്റെ അവിടെ അല്ലേ ചെല്ലുന്നേ? ആ കഫേ നല്ല രസമാണ് കാണാൻ. ഒരു കഫേയാന്ന് തോന്നിയല്ല, ആൾക്കാരെ അവിടെ വന്നിരുന്ന് ചായയൊക്കെ കുടിക്കും. നമ്മള് മറ്റേ കഫേ കയറാം. ഇനി നമ്മള് ചെല്ലണത് ലിറ്റിൽടൺ ഹാർബർ. ലിറ്റിൽടൺ ആണല്ലേ? ഹാർബറിലോട്ടല്ലേ ഇറങ്ങി ചെല്ലണേ നമ്മള്? ഹാർബറിന്റെ അങ്ങോട്ട് പോണെങ്കിൽ പോവാം. ഇതിങ്ങനെ ഉണ്ടോ? ഇത് ഭയങ്കര ഇഷ്ടം എനിക്ക്. ഈ ഒരു വളവിൽ ഇങ്ങനെ മഞ്ഞപ്പൂക്കള് സൈഡ് മുഴുവൻ. അമ്മച്ചിക്ക് ന്യൂസിലാൻഡിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ പറയാവോ? ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാറ്റ്. അത് തന്നെ എനിക്കും അതാ അമ്മച്ചി. അതേ ഉള്ളൂ. തണുപ്പ് പിന്നെയും പോട്ടേന്ന് വയ്ക്കാം, കാറ്റ് പറ്റണില്ല. കാറ്റ് പിന്നെ ഇഷ്ടപ്പെട്ടത് എല്ലാം ഇഷ്ടപ്പെട്ട നല്ല ക്ലീനാ. അതെ, റോഡും വീടും പരിസരം ഇവിടെ ഈ സ്ഥലങ്ങളെല്ലാം നമ്മുടെ വളരെ ക്ലീൻ ആയിട്ട്. അതെ, നമ്മുടെ നാടിനേക്കാളും ക്ലീൻ ആണ് ഇവിടെ. ഒന്നും ഒരിടത്തും ഒരു ഇതും ഇല്ല. റോഡിലോട്ട് നമ്മുടെ നാട്ടിലാണ് രണ്ട് സൈഡിലും വേസ്റ്റും അതും ഇതും എല്ലാം കൂട്ടിയിട്ടേക്ക്. അങ്ങനെ ഒരു പരിപാടി ഇല്ല. പിന്നെ എവിടെയും നല്ല റോഡുകളാണ്, നല്ല റോഡുകള്. ഉള്ളിലോട്ട് ചെറിയ റോഡ് പാതകളോ അങ്ങനെ ഇല്ല. ഇവിടെ എല്ലാം നല്ല വീതിയുള്ള. അഭിപ്രായത്തിൽ അമ്മച്ചിക്ക് ഇവിടെ ഇഷ്ടപ്പെടാത്തത് കാറ്റ് വരുമ്പോ ഭയങ്കര തണുപ്പാ. പിന്നെ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ക്ലീൻ ആണ്. പിന്നെ ഒരു കാര്യം എന്നായിരുന്നു അമ്മച്ചി പറഞ്ഞേ? അടുത്തത് റോഡ്. രണ്ട് സൈഡിലും വേസ്റ്റ് ഒക്കെ ഇടുക. അതെ, അങ്ങനെ ഒരു പരിപാടി ഇല്ല. നല്ല ക്ലീൻ റോഡൊക്കെ. പിന്നെ അതുപോലെ നല്ല റോഡാ അല്ലേ? അത് തന്നെ നമ്മുടെ ഒരു പ്രശ്നം അതാ. ഇവിടെയൊക്കെ നല്ല റോഡാണ്. ഉള്ളിലോട്ടൊക്കെ ആണെങ്കിലും ഒരു പാത, നടപ്പാത പോലെ അങ്ങനെ ഒരു റോഡേ ഇല്ല. അത് തന്നെ, ഏത് ഉള്ളിലോട്ടാണെങ്കിലും ഏതില്ലാണെങ്കിലും നല്ല റോഡുകളുണ്ട്, നല്ല വീതിയുണ്ട് റോഡിന്. അതായത് അവര് മുന്നോട്ട് കണ്ട റോഡൊക്കെ പണിയണേ. എല്ലായിടത്തും 4 വരി പാത. അതെ, പിന്നെ അതുമല്ല കൊറേ വർഷം മുന്നോട്ട് കണ്ടിട്ടാ റോഡൊക്കെ പണിയണേ. നമ്മളൊന്നും അങ്ങനെയല്ല നാട്ടില്. ആ ഒരു വ്യത്യാസം. എവിടെ നോക്കിയാലും 4 വരി പാതയില്ല. അതെ, നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇവിടുത്തെ നിയമം, ഇവിടുത്തെ ഉള്ള ആൾക്കാർ നിയമം പാലിക്കും. നമ്മുടെ നാട്ടിൽ നിയമമൊക്കെ ഉണ്ട്, പക്ഷെ ആരും പാലിക്കൂല. പക്ഷെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇവിടെ വന്നു കഴിയുമ്പോണ്ടല്ലോ അമ്മച്ചി ഈ നിയമം എല്ലാം പാലിക്കും. നാട്ടിലാവുമ്പത്തേക്ക് നിയമം ഒന്നും പാലിക്കാൻ പറ്റിയല്ല. വേസ്റ്റ് തോന്നണോടത്തിടും, തോന്നണ പോലെ വണ്ടി ഓടിക്കും, ഓവർടേക്ക് ചെയ്ത് കേറും.
50, 35, 60, 100 എന്നൊക്കെ വെക്കുന്ന അതേ നിയമം അനുസരിച്ച് വണ്ടി ഓടിക്കും. വേസ്റ്റ് ആണെങ്കിൽ വേസ്റ്റ് ഇടാൻ മേലോടുത്ത് വേസ്റ്റ് ഇടില്ല. നമ്മുടെ അവിടെ അങ്ങനെയല്ല, നമുക്ക് അത് എവിടെയെങ്കിലും ഒക്കെ ഇട്ടങ്ങ് തീർക്കണം. അങ്ങനെ ഒരു കാര്യം, അതൊക്കെയാണ് പ്രശ്നം. എന്നിട്ട് പറയും നമ്മുടെ നാട് അങ്ങനെ എങ്ങനെയാണ്. നമ്മൾ തന്നെ നോക്കണം നമ്മുടെ നാട് നന്നാവണമെങ്കിൽ, അല്ലാണ്ട് എല്ലാരും കൂടെ നോക്കിയാലേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ലിറ്റിൽടൺ പോർട്ട് അല്ലേ. ഇവിടെ കപ്പലുകളൊക്കെ എനിക്ക് ഇങ്ങോട്ട് വരുമ്പേ ഈ വീടുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്തിരിക്കണം. എന്നിട്ട് അതിങ്ങനെ ചെന്നിട്ട് ആ പോർട്ടിലേക്ക് തീരുവാ വഴിയേ. എനിക്ക് ഇഷ്ടമായി ഇതിങ്ങനെ കാണാനായിട്ട്. എപ്പോഴും എനിക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം. അവിടെ ചെന്നിട്ട് നമ്മൾ റൈറ്റോട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു കാഴ്ചയുണ്ട്. നല്ല രസമാണ്. ലിറ്റിൽടൺ ക്രൈസ്റ്റ്ചർച്ച്, ലിറ്റിൽടൺ. ഒരെണ്ണം വന്ന് കിടപ്പുണ്ടല്ലേ. എപ്പോഴും ഒരു കപ്പലവിടെ കാണും. ഒരു കപ്പലുള്ളോ? അത് രണ്ട് ആൾക്കാർ പോണ കപ്പൽ. They're on tunnel, guys. ടണൽ അങ്ങോട്ട് പോകുമ്പോ For like 2 minutes, ഇരുട്ട്. 2 മിനിറ്റ് ഇരുട്ടായിരിക്കും അത് കയറിയ. തിരിച്ചു വരുമ്പോ ഇതിപ്പോ മറ്റേ തടി കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലേ ഉണ്ടല്ലോ ഈ കപ്പലേ വന്നവരൊക്കെ ഇല്ലേ, കപ്പൽ ജോലിക്കാര്, അവരൊക്കെ ഇവിടെ വരും. എന്റെ ഒരു ഫ്രണ്ട് നാളെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ചിലപ്പോ അവരിവിടെ രാവിലെ വന്നാ പിന്നെ അവർക്ക് ഇവിടുന്ന് അപ്പൊ അവര് രാവിലെ വന്നാ പിന്നെ വൈകുന്നേരം ആയിരിക്കും ഇവിടുന്ന് തിരിച്ചു പോണേ. നമ്മുടെ ആൾക്കാരൊക്കെ വരാറുണ്ട് ഇവിടെ. ഈ ഒരു ഏരിയ എനിക്ക് ഇഷ്ടാട്ടോ കാണാൻ. It looks sketchy to me though. means sketchy. It means പെശകാണ്. Yeah, I don't know either. ഇവിടെ ഒക്കെ കാണാൻ എനിക്ക് ഇഷ്ട. പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി പാടാ ഇവിടെ. അതാണ് പോർട്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. ബാക്ക്ഗ്രൗണ്ട് ഞങ്ങളിവിടെ ലിറ്റിൽടൺ പോർട്ടിൽ വന്നു. ഞങ്ങൾ ഇതിലേക്കൂടെ നടക്കുവാണ് ഈ കുട്ടികളുടെ കൂടെ. കുട്ടികൾ ഞങ്ങളെ കൊണ്ടാവാന്ന് പറഞ്ഞു. എവിടെ എങ്ങാണ്ടൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പം ഞങ്ങളങ്ങനെ നടക്കുക കേട്ടോ. മേളിലേക്ക് വീടുകൾ ഇരിക്കണോണ്ട് എനിക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാ. മലയൊക്കെ ഇടിഞ്ഞാലേ നോക്കിയേ. ഹോട്ടൽ ബ്രിട്ടീഷ് ഹോട്ടൽ. അതെ അതെ അതെ. അതായത് പണ്ട് ഇവിടെ വഴിയൊക്കെ ആയിരിക്കുമല്ലോ ഇങ്ങോട്ട് ആൾക്കാർ. പണ്ട് ഇത്രയും ഇതൊന്നും ഇല്ല, ട്രാൻസ്പോർട്ടൊന്നും ഇല്ലല്ലോ. പണ്ടത്തെ ഈ കപ്പൽ വഴിയാണല്ലോ സംഭവങ്ങൾ തന്നെ. നമ്മളെ ഈ പാലം കയറി ഈ പാലത്തെ കൂടെ നമ്മൾ കയറി പോവാ അവിടം വരെ പോവാം. പോർട്ടിൻ്റെ അവിടെ കണ്ടോ. ഒത്തിരി തടികളൊക്കെ ഇവിടെ വന്ന് ഇറങ്ങണേ. അപ്പം തടികളൊക്കെ ഇവിടെ കൊണ്ട് പൈൻ ട്രീസൊക്കെ എങ്ങാണ്ട് ഇത് കപ്പലിൽ കൊണ്ട് ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യണേ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഈ പൈൻ ട്രീ ഒക്കെ കയറ്റി വിടുമല്ലേ ഇടി ചെയ്യണേ അല്ലേ. അതാണ് ഇപ്പോൾ വലിയ വലിയ ട്രക്കും ഇതെല്ലാം സംഭവങ്ങളാണ്. ഇതിനെനിക്കൊരു ട്രെയിനും ഉണ്ടല്ലേ. ട്രെയിനും ഉണ്ട് ഇവിടെ ഈ പോർട്ടിൽ. ട്രെയിനും ഉണ്ട് കപ്പലും ഉണ്ട്. ട്രെയിനും ഉണ്ട്, ട്രെയിന് കപ്പല് എല്ലാം ഉണ്ട് ഇവിടെ. അതെ അതെ അതെ. ഓരോ ബോഗിയിലും ഓരോരോ ഗുഡ്സ് ട്രെയിൻ. ഒത്തിരി ഉണ്ടല്ലോ ഇത് ട്രെയിൻ ഒത്തിരി ബോഗിയുണ്ട്. ഇത് ഫെറി കയറി ഇതവിടെ കിടക്കുന്ന ഫെറി ഉണ്ടോ, അങ്ങനത്തെ ഫെറി കയറി
ഡയമണ്ട് ഹാർബർ അപ്പുറത്തെ മറ്റേ അപ്പുറത്തെ അയലിലേക്ക് പോകാനുള്ള ബോട്ടുകളാണ് ഈ കിടക്കണേ അല്ലേ? നമ്മളങ്ങനെ പോയിട്ടുണ്ട്. അതേ കേറിയിട്ടാ അവിടെ ചെന്ന് നമ്മൾ എന്നിട്ട് ഈ ബോട്ടുകൾ അങ്ങോട്ട് വരും. അതുകൊണ്ടാ അമ്മച്ചി ആ വെള്ള കെട്ടിടം കണ്ടില്ലേ? നമ്മൾ അവിടെ ചെന്ന് കയറി ടിക്കറ്റ് എടുത്ത് നേരെ നമ്മളെ ഈ കിടക്കുന്ന ചെറിയ ചെറിയ ബോട്ടുകളില്ലേ ഇതിൽ കയറി നമ്മളെ അപ്പുറത്തെ ഐലൻഡിൽ അവിടെ ദൂരെ കാണുന്നില്ലേ ഐലൻഡിലോട്ട് പോവാം നമുക്ക്. അങ്ങനെ ഇനി എന്തെങ്കിലും പിള്ളേർ കഴിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ കഴിക്കാൻ പോവാം. അമ്മച്ചി ഫിഷ് ആൻഡ് ചിപ്സ് അമ്മച്ചി നേരത്തെ കഴിച്ചിട്ടുണ്ടോ? ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാം. കഴിച്ചിട്ടില്ലേ? അതവിടെ ഒരു ഫിഷ് ആൻഡ് ചിപ്സ് എന്തേത് അതേത് ഇവിടെ കയറാനാണ് ഞങ്ങളുടെ പരിപാടി. 4 ഫിഷ് 4 പേർക്ക്. അതെ അന്നത്തെ ജീവിതമൊക്കെ അല്ലേ? പണ്ടത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അമ്മച്ചിയുടെ കഥകൾ പറയുമായിരുന്നടി അമ്മച്ചി. അതെ അമ്മച്ചി മദ്രാസിലായിരുന്നു അപ്പച്ചൻ കുറച്ച് നാള് ജോലി ചെയ്യാൻ പോയി. അപ്പം അമ്മച്ചി എഴുത്തെഴുതണ കാര്യമൊക്കെ പറയുമായിരുന്നു അമ്മച്ചി അപ്പച്ചന്. ഹലോ ഗൈസ്, ഞങ്ങൾ കഴിക്കാൻ കയറിയപ്പോൾ അമ്മച്ചി ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞിട്ടോ അമ്മച്ചിയുടെ ജീവിതത്തിലെ ചെറുപ്പം തൊട്ടുള്ള. പക്ഷേ അത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ കുറച്ച് ലോങ് ആയി പോയതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അതെല്ലാം കാണിക്കാം. ഓക്കെ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.